ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ വന്നത് ഒറ്റ യൂസിലുണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മളെ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നിട്ട് ഓൾ ബ്രഷറി കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഉഴുന്നാണ്. നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഇടുന്ന ഉഴുന്നാണ് കേട്ടോ. ആ ഉഴുന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇപ്പോൾ ഞാൻ ഈ ബൗളാണ് ഉഴുന്നെടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ചെറിയൊരു ജാർ എടുത്തിട്ട് വെള്ളം നനവില്ലാത്ത ഡ്രൈ ആയിട്ടുള്ളൊരു ജാർ എടുക്കുകയാണ്. അതിലിട്ടിട്ട് നല്ല പൗഡർ രൂപത്തിൽ പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. നമുക്കിപ്പോൾ ആവശ്യമുള്ളതെല്ലാം എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ കുറച്ച് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതാ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. കടല ഈ ഇതുപോലെ നല്ലൊരു പൗഡർ രൂപത്തിൽ തന്നെ കിട്ടും കേട്ടോ. തരിയൊന്നും ഇല്ലാതെ നല്ല പൗഡർ രീതിയിൽ തന്നെ കിട്ടും. നമ്മളെ ഈ അരിപ്പൊടി മൈദയുടെ പൊടിയില്ല അതുപോലെയൊക്കെ കിട്ടും കേട്ടോ. ആ ഒരു രൂപത്തിൽ നമുക്കത് പൊടിഞ്ഞ് കിട്ടും. നനവില്ലാത്ത ജാറിന് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള 2 സ്പൂണാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ബാക്കി ഞാൻ ഒരു ജാറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഉപയോഗിക്കാം. ഇനി വേണ്ടത് തേനാണ്. തേൻ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈ രൂപത്തിലിരിക്കുന്നത്. പുറത്ത് വെച്ചാലും കട്ട പിടിക്കുന്നതാണ്. അപ്പോഴാണ് ഒരു സ്പൂൺ തേൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് നല്ല പാലാണ് കേട്ടോ. പാല് നമുക്ക് ഈ ഒരു പാക്ക് ലൂസാക്കാൻ, ഒരുപാട് ലൂസാക്കേണ്ട പാക്ക്. അതായത് നമ്മൾ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ ഫേസിൽ ഇങ്ങനെ കട്ടയിൽ കെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പാല് മിക്സ് ചെയ്യാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കുക. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഒരുപാട് ലൂസ് പാക്ക് ആക്കരുത്. അപ്പോൾ നമ്മളെ ഫേസിലിട്ട് അതങ്ങനെ ഒലിച്ച് വരുള്ളൂ. നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ഒരു പാക്കിനെ കിട്ടുന്നത്. നമുക്ക് ഇത് ഉഴുന്നിൻ്റെ ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു പാക്കാണ് കേട്ടത്. നല്ല റിസൾട്ടാണ്. നമുക്ക് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്. തേനാണെങ്കിലും പാലാണെങ്കിലും ഉഴുന്നാണെങ്കിലൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതാ ഞാൻ ഇപ്പോൾ കയ്യിൽ തേച്ച് കാണിച്ചു തരാം. എല്ലാവരും ഒരുപാട് കാശ് കൊടുത്തിട്ട് നമ്മൾ പല ക്രീമുകളും വാങ്ങി ഫേസിലാണെങ്കിലും ഒക്കെ തേക്കാറുണ്ട്. ഇതാണെങ്കിൽ ഒരു ചിലവില്ലാതെ എപ്പോഴും നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസിന് നമ്മൾ കിച്ചണിലുള്ള സാധനങ്ങൾ നല്ല നാച്ചുറലായിട്ടുള്ള തന്നെ ഉണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. നാച്ചുറൽ ആണെങ്കിലും ഒരു വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഫേസ് പാക്കാണ്. നമുക്കത് വീക്കിലി 3 പ്രാവശ്യമൊക്കെ തേച്ചാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് എപ്പോഴാണ് ഫ്രീ വെച്ചാൽ അതിനനുസരിച്ച് നമുക്കിപ്പോൾ സൺ ടാനൊക്കെ മാറ്റാനൊക്കെ നല്ലൊരു പാക്കാണ്. പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് തേച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കയ്യിൽ മുഴുവൻ തേച്ചിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇതാ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നമ്മൾ ഒന്ന് ഡ്രൈ ആയി ഒന്ന് വലിയുന്ന രീതിയിലാകുമ്പോൾ നമുക്കത് കഴുകാം കേട്ടോ. ഞാൻ കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫേസിലും അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വല്ല പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസിലിട്ട് നമുക്ക് നമ്മൾ പണികൾ കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കത് കഴുകി കൊടുക്കാം കേട്ടോ. അത് കഴുകുമ്പോൾ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർന്നാൽ അത് മെല്ലെ മെല്ലെ അത് പോവും കേട്ടോ. ഒന്ന് വെള്ളം കുത്തിരി കുതിർന്നിട്ടുണ്ടെങ്കിൽ തന്നെ കയ്യിൽ നിന്ന് അത് പോയി കിട്ടും. ഞാനിപ്പോൾ ഒരു കോള് വന്ന് സംസാരിച്ചുകൊണ്ടാണ് കുറച്ച് കൂടുതൽ നേരം ഞാൻ കയ്യിൽ ഇട്ടിട്ട് ആ പാക്ക്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് ഡ്രൈ ആയി വരുന്ന ഒരു കൈ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് വെലിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കത് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഡ്രൈ ആയാൽ മതി. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്തുകൊണ്ടാണ്. അതാ എല്ലാം വെള്ളമാക്കി കുതിർന്നാൽ തന്നെ അതിങ്ങനെ പോകും കേട്ടോ. ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല മാറ്റം ഉണ്ട്. ഫേസ് ഇട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ലൈറ്റിൻ്റെ ഇത് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതൊക്കെ എപ്പോഴും വീട്ടിലുള്ളതാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. അത് നല്ലൊരു ടവൽ വെച്ചിട്ട് തുടച്ച് കൊടുക്കണം. നല്ലൊരു കോട്ടൺ തുണി. നമ്മളിത് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ടവലോ എന്തെങ്കിലും നല്ലൊരു കോട്ടൺ തുണിയോ എന്തെങ്കിലും മാറ്റി വയ്ക്കുന്നിട്ട് അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തുടച്ചത് എനിക്ക് നല്ല മാറ്റമുണ്ട്. ഫേസിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. നല്ലൊരു ഗ്ലോവും നല്ലൊരു ബ്രൈറ്റനിങ്ങും കിട്ടിയിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കിട്ടിയ ഫേസ് പാക്കാണ്. ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ ബൈ, താങ്ക് യു.